ഹായ് ആൾ. ഇന്ന് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് എൻ്റെ അടുത്ത് മാളു എന്ന് പറഞ്ഞ ആരോ ഒരാൾ കുറേ പ്രാവശ്യമായിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ എന്തുവാണ്. എനിക്ക് ഒരുപാട് ലിപ്സ്റ്റിക് കളക്ഷനൊന്നും ഇല്ല, പക്ഷേ എന്തായാലും എൻ്റെ അടുത്ത് ചോദിച്ചതല്ലേ, അപ്പം എനിക്കും ആഗ്രഹമുണ്ട് അത് ഇടണമെന്നുള്ളത്. അപ്പം അപ്പം മാളുവിന് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ ഈ ലിപ്സ്റ്റിക് കളക്ഷൻ ഇടുകയാണ്. ഒരുപാടൊന്നുമില്ല, ഞാനങ്ങനെ ഒത്തിരി കളേഴ്സ് മാറി മാറി ഉപയോഗിക്കുന്നതല്ല, പക്ഷേ ഞാൻ കാണുമ്പോൾ വാങ്ങുന്നതും പിന്നെ കുറച്ചൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതും കുറച്ചൊന്നും ഞാൻ ഉപയോഗിക്കാത്തതും എന്നാൽ എൻ്റെ കയ്യിലുള്ളത്, പിന്നെ ഒരു 4-5 എൻ്റെ പിള്ളേർ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ലിപ്സ്റ്റിക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്രയോൺസാണ് വാങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ ലിപ് പെൻസിൽസാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ തന്നെ കോസ്മെറ്റിക്സ് ഇത് ഷാർപ്പൻ ചെയ്യുന്ന ഷാർപ്പനറുണ്ട്, അത് വാങ്ങിക്കണം. അല്ലാതെ നിങ്ങൾ പെൻസിൽ വെട്ടുന്നതോ കുട്ടികളുടെ പെൻസിൽ വെട്ടുന്നതോ ഒന്നും എടുത്ത് ഐബ്രോ പെൻസിലായാലും ലിപ് പെൻസിലായാലും അത് കട്ട് ചെയ്യരുത്. അതിൻ്റെ പോയിൻറ്റ് വെറുതെ നഷ്ടപ്പെട്ടു പോകും. അപ്പം അത് എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ, ഇപ്പോൾ 2 എണ്ണം ഒരുമിച്ചുള്ളത് കൊണ്ട് അല്ല സിംഗിളായിട്ടുള്ളതും കിട്ടും. ഇതിപ്പോൾ സിംഗിളായിട്ടുള്ളതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഷാർപ്പനർ. ഇത് ഇപ്പം ലിപ് പെൻസിൽ, അതായത് ഇതുമാതിരിയുള്ള ലിപ് പെൻസിൽ വെട്ടാൻ മാത്രമേ പറ്റുള്ളൂ. അതേസമയം ക്രയോൺസ് വെട്ടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ക്രയോൺസും ലിപ് പെൻസിലും കട്ട് ചെയ്യാൻ പറ്റുന്ന 2 എണ്ണം ഉള്ളതുണ്ട്. അതിൻ്റെ ഹോൾസ് കണ്ടോ, വലുതാണോ? ഒന്ന് ഈ ക്രയോൺസ് കട്ട് ചെയ്യാനുള്ളതും ഒന്ന് ഈ പെൻസിൽ കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ളത് ഒരെണ്ണം നിങ്ങൾ വാങ്ങിച്ച് വെക്കുക. അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഇതുപോലൊരു ഇത് കാണും. അപ്പോൾ അതായത് ഇങ്ങനെ കാണും. ഇത് നമുക്ക് താഴോട്ട് വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴെ പോകത്തുമില്ല, മേളിൽ വരുന്നത് നമ്മൾ എടുത്ത് കളയണം. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഒരു കൊച്ചു റോഡ് പോലുള്ള ഒരു സാധനം കിട്ടും. അപ്പോൾ ഈ ക്രയോൺസൊക്കെ ഇച്ചിരി സ്റ്റിക്കി ടൈപ്പ് അല്ലേ, അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഇടയിൽ കയറുമ്പോൾ അത് വെച്ച് വേണം ക്ലീൻ ചെയ്യാൻ. പക്ഷേ ഇതിൽ നിന്ന് അതെൻ്റെത് നഷ്ടപ്പെട്ടു. പക്ഷേ ഇതിലുണ്ട് അതൊരെണ്ണം, അതായത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് വെച്ച് ഇതിൻ്റെ ഇടയിലെല്ലാം കയറുന്നതെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് തന്നെ എടുത്ത് ഇതിലും വെക്കാം, കണ്ടോ, ഇതിലും ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഷാർപ്പനർ നിങ്ങൾ വാങ്ങി വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ക്രയോൺസും ലിപ് പെൻസിൽസും ആണ്, ഈവൻ ഐബ്രോ പെൻസിൽസിനും ഈ കട്ട് ചെയ്യാൻ ഇത് നല്ലത് തന്നെയാണ്. മറ്റ് ഷാർപ്പനർ ഉപയോഗിക്കരുത്. അപ്പോൾ ഇത് നിങ്ങളുടെ മൈൻഡിലിരിക്കട്ടെ. ഇനി നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് എഴുതാനായിട്ട് ഇപ്പം ഇതേപോലത്തെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് എടുത്തിട്ട് അത് വെച്ച് തന്നെ എഴുതാൻ പ്രയാസമാണെങ്കിൽ ഒരു ലിപ്സ്റ്റിക് ആപ്ലിക്കേഷൻ ബ്രഷ് വാങ്ങിച്ച് വയ്ക്കുക. ലിപ്സ്റ്റിക് ആപ്ലിക്കേഷൻ ബ്രഷ് ഏകദേശം ഇങ്ങനെ ഇരിക്കും, അതിൻ്റെ ഷേപ്പ്, ബ്രഷിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് വാങ്ങിച്ച് വയ്ക്കുക. അതാകുമ്പം നല്ല ഷേപ്പിന് അത് ലിപ്സിൽ വരയ്ക്കാനും സഹായിക്കും. ഇതിപ്പം ഞാൻ വാങ്ങിച്ച് വെച്ചാൽ ക്രയോണിൻ്റെ ലിപ്സ്റ്റിക് ആപ്ലിക്കേഷൻ ബ്രഷാണ്. ഇത് നല്ലൊരു ബ്രഷാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരെണ്ണം വാങ്ങിച്ച് വയ്ക്കുക. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് എപ്പോഴും ഉപയോഗിക്കുന്നൊന്നുമില്ല, വല്ലപ്പോഴും ഒരിക്കലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇടുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ചിടാറുണ്ട് സാധാരണ. പിന്നെ കൈ കൊണ്ട് ഉപയോഗിച്ചിട്ടാലും എപ്പോഴും ഇതുപോലൊരു ലിപ് പെൻസിലുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് വരച്ചു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഷേപ്പ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി എൻ്റെ അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് ലിപ് ബാം നമ്മളൊരു കുറച്ച് മുന്നേ തന്നെ അപ്ലൈ ചെയ്ത് വെക്കണം. അപ്പോൾ അത് നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കും നമ്മുടെ ചുണ്ടുകൾ. അതിന് മുന്നേ ഡെഡ് സ്കിൻ സെൽസ് ഇങ്ങനെ തൊലി ഇളകിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യണം. ലിപ് സ്ക്രബ്ബ് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് സ്ക്രബ് ചെയ്യാം. ഇതൊക്കെ ഞാൻ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത് രണ്ടും ഷുഗറിൻ്റെ തന്നെയാണ്. ഇത് രണ്ടും ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ്. ഇത് അപ്ലൈ ചെയ്ത് തീരാറായി, ഇത് അപ്ലൈ ചെയ്ത് കുറച്ചായിട്ടുണ്ട്. ഇത് രണ്ടും എനിക്ക് ഷുഗറിൻ്റെയാണ്. ഇത് ഷുഗറിൻ്റെ എന്തുവാ അതിൻ്റെ പേരൊക്കെ പോയി കേട്ടോ, പീച്ച് 5 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഷുഗറിൻ്റെ തന്നെയാണ്. ഇതും ഷുഗറിൻ്റെ തന്നെയാണ്. ഇത് നോർമലി ഉള്ള ലിപ് ബാം എന്ന് പറഞ്ഞ് നമ്മൾ ആമസോണിൽ അടിച്ച് നോക്കിയാൽ തന്നെ കിട്ടുന്നതാണ്. പിന്നെ ഉള്ളത്, അപ്പോൾ ഈ ലിപ് ബാം അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പം നമ്മുടെ ചുണ്ടൊന്നും ഒത്തിരി ഡ്രൈ ആവത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. റിമൂവ് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ സാധാരണ ചെയ്യുന്നത്. ഇനി എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇതിപ്പം ഷുഗറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് 40 ആണ് അതിൻ്റെ നമ്പർ. ഇത് 17 ആണ് ഇതിൻ്റെ നമ്പർ, 17. സ്പഞ്ച് മീ നോട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞോ ആണ് ഇതിലെഴുതിയിരിക്കുന്നത്. പക്ഷേ ഞാനത് വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുള്ളൂ. ഇത് രണ്ടുമാണ് എൻ്റെ കയ്യിലുള്ള. പിന്നെ ഷുഗറിൻ്റെ തന്നെ എൻ്റെ കയ്യിൽ ക്രയോൺസ് ഉണ്ട്. ഒന്ന് ഈ ഒരു പേർപ്പിൾ ഷെയ്ഡ്
ഇതൊരെണ്ണം ഉണ്ട്. ഇത് ഞാൻ വല്ലപ്പോഴും ഉപയോഗിക്കും. ഇത് ഞാൻ മിക്കവാറും ഉപയോഗിക്കാറുണ്ട്. ഇത് വന്നിട്ട് മാറ്റാസ് ഹെൽ എന്ന് പറഞ്ഞിട്ട് ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. ഇത് 2 ക്രയോൺസ് ആണുള്ളത്. പിന്നെ ഒരു ക്രയോൺ ഉണ്ട്, അത് ഫേസസ് കാനഡയാണ്. ക്രയോൺ അല്ല അത്, ക്രയോൺ തന്നെങ്കിലും പക്ഷെ ഇങ്ങനെ ഷാർപ്പൻ ചെയ്യുന്നതല്ല, അല്ലാത്ത ഒരു ക്രയോൺസാണ് ഇതാണ് ഫേസസ് കാനഡയുടെ അൾടൈം പ്രോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിപ്സ്റ്റിക്ക്. ഇതും ക്രയോൺസിൻ്റെ കീഴിൽ വരും. പിന്നെ ഒന്നുള്ളത് ഇത് മാറ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ് ഇതാണ് ഒരു കളറ്. അതൊരു പിങ്ക് ഷെയ്ഡാണ്, ഒരു പിങ്കിഷ് ഷെയ്ഡാണ്. ഇത് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. ഈ വാങ്ങുമ്പോഴേ നമ്മൾ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആമസോണിലും അതിലൊക്കെ കയറി നോക്കുമ്പോൾ നന്നായിട്ട് തോന്നും നമുക്ക്. പക്ഷെ വാങ്ങിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം നമുക്കത് സ്യൂട്ടാകത്തില്ല എന്ന്. പൊതുവെ ഇച്ചിരി നല്ല ഫെയർ സ്കിൻകാർക്കൊക്കെ മിക്ക കളറ് സ്യൂട്ടാകും. പക്ഷേ ഇച്ചിരി ഡസ്കി ആയിട്ടുള്ള, എന്നെപ്പോലെ ഡസ്കി ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പലതും സ്യൂട്ടാകത്തില്ല. അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ടാകുമെങ്കിലും നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് കുറച്ച് ഇച്ചിരി കളറൊക്കെ ഉള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള. പിന്നെ ലിക്വിഡായിട്ടുള്ള ഇത് അല്ലാണ്ട് ഈ ലാക്മിയുടെ ഈ ലാക്മി ആബ്സല്യൂട്ടിൻ്റെ ഇതൊരെണ്ണം ഉണ്ട്. ഇതും തീരാറായി. ഇതെനിക്ക് തോന്നുന്നു എൻ്റെ മോളൊക്കെ ഇടുന്നതാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാനത് അധികം ഉപയോഗിക്കാറില്ല. ഇതൊരെണ്ണമുണ്ട്. പിന്നെ മനീഷ് മൽഹോത്രയുടെ മനീഷ് മൽഹോത്രയുടെ എൻ്റെ പേര് വെൽവെറ്റ് വൈൻ എന്നാണ്. വെൽവെറ്റ് വൈൻ്റെ ഒരെണ്ണം ഉണ്ട്. ഇത് പക്ഷേ നല്ല പാക്കിംഗ് ആണ് കേട്ടോ മനീഷ് മൽഹോത്രയുടെ. അതായത് മാഗ്നറ്റിക് ആണ്, ഇങ്ങനെ പോകത്തില്ല കണ്ടോ, ഇങ്ങനെ അങ്ങ് മാഗ്നറ്റിക് ആണ്. അവരുടെ പാക്കിംഗ് ഭയങ്കര ബെസ്റ്റാണ്. എനിക്കത് ഇഷ്ടമാണ് അവരുടെ പാക്കിങ്. നല്ല ഒരു റിച്ച് ലുക്കാണ് അവരുടെയൊക്കെ പാക്കിങ്. അപ്പോൾ അതുണ്ട് എനിക്ക് മനീഷ് മൽഹോത്രയുടെ ഒരെണ്ണം. ഒന്നുകൂടെ ഉണ്ട്. അത് ഞാൻ ഒരു ആൾക്ക് കൊടുത്തു, ഒരു പിങ്ക് കളറ് ഞാൻ ഒരാൾക്ക് കൊടുത്തു. ഇനി ലാക്മിയുടെ തന്നെ 2 ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഉണ്ട്. ഇതൊരു ഓറഞ്ച് ഷെയ്ഡായിട്ട് വരും. ഇതും പക്ഷെ കൊള്ളാം, പക്ഷെ പെട്ടെന്ന് ചിലപ്പോൾ പോകും. ഇതൊക്കെ ഞാൻ ഒത്തിരി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതുണ്ട്, ഇതെനിക്കിഷ്ടമുള്ളൊരു കളറാണ്. പിന്നെ വന്നിട്ട് ഇതൊരു നല്ല റെഡ് ഷെയ്ഡാണ്, ലാക്മിയുടെ തന്നെ, ലാക്മി അബ്സല്യൂട്ടിൻ്റെ ഇതൊരെണ്ണമുണ്ട്. അതായത് ഇതൊരെണ്ണമുണ്ട്. പിന്നെ വന്നിട്ട് മാറ്റ് ഇതേതിൻ്റെയാ, സ്വിസ് ബ്യൂട്ടിയുടെ മാറ്റ് ലിപ്പ് അൾട്രാ സ്മൂത്ത് മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് നമ്പർ 20 സ്പൈസി നൂഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതും നല്ലൊരു നൂഡ് ഷേപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ മേബിലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുണ്ട്. ഇത് ഡസ്കി സ്കിൻ ടോണുകാർക്ക് നല്ലതായിരിക്കും, കാരണം ഇതിലൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട്. ഈ ഓറഞ്ച് ഷെയ്ഡ് എപ്പോഴും ഡസ്കി സ്കിന്നിന് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇതുണ്ട്, നമ്മുടെ ചുണ്ടൊക്കെ ഇച്ചിരി കറുപ്പായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓറഞ്ച് ലിപ്സ്റ്റിക് ഇടുമ്പം ഈ കറുപ്പങ്ങ് മറയ്ക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അതൊന്ന് ആയിട്ടതിന് ശേഷം മേളിൽ വേറൊരു കളർ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ബ്ലാക്ക് കളർ നമ്മുടെ ലിപ്സിലെ ബ്ലാക്ക് കളർ എടുത്തറിയിക്കത്തില്ല. പിന്നെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഉണ്ട്, ലാക്മി 925. ഇതും മാറ്റാണ്, ലിക്വിഡാണ്. ഇത് ഇഷ്ടമുള്ളവർക്ക്, ഇത് കുറച്ച് ഫെയർ ആയിട്ടൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് ഇണങ്ങുന്നതാണ്. അപ്പോൾ ഇതും എൻ്റെ കയ്യിലുണ്ട്. ഇത് കുറച്ച് വെയ്റ്റ്ലെസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇത് നല്ലൊരു കളർ തന്നെയാണ്. നൂഡ്സൊക്കെ കുറച്ച് ഡാർക്ക് നൂഡ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. പിന്നെ വന്നിട്ട് ഇത് മൈഗ്ലാമിൻ്റെ സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് രണ്ടും, ഇത് ഒരു ഓറഞ്ചും ഒരു റെഡും, ഓറഞ്ചും ഒരു പിങ്ക് ഷെയ്ഡുമാണ്. ഇതിലൊത്തിരി നല്ല വലുതാണ്. ഇത് നല്ലതാണ്. ഇത് പക്ഷേ നമ്മൾ ലിപ്സൊക്കെ നല്ല മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം വേണം ഇടാനായിട്ട്. ഇത് പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ഇതും നല്ലൊരു കളറാണ്. ഇത് രണ്ടും നല്ലൊരു ഷെയ്ഡാണ്. ഇത് ലിക്വിഡാണ്. പിന്നെ എനിക്ക് മൈഗ്ലാമിൻ്റെ തന്നെ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് പോപ്പ് ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്. അതായത് ഇത് 3 എണ്ണം ഒരുമിച്ചാണ് വരുന്നത്. ഓക്കെ, 3 എണ്ണം. ഇത് 3 എണ്ണം ഒരുമിച്ച് വരുന്നതാണ്. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ. ഇത് വലിയ കോസ്റ്റും ഇല്ല. 3 എണ്ണം ഒരുമിച്ച് വന്നത് 3 എണ്ണത്തിനും കൂടെ 400-ൻ്റെ അകത്തേ ഉള്ളൂ. മിനി ടൈപ്പാണ്, പക്ഷേ 3ൻ്റെയും കളർ നല്ലതാണ്. ഇത് നമുക്ക് 3ഉം തുറന്നു നോക്കിയാൽ മാത്രമേ കളർ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പക്ഷേ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് കളർ അറിയാനായിട്ട് ഞാനിവിടെ റോസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് റെഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് മെറൂൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു മെറൂൺ ഷെയ്ഡാണ്, ഡാർക്ക് മെറൂൺ ഷെയ്ഡ് കൊള്ളാം, നല്ലതാണ്. ഇനി ഇത് ഒരു റെഡ് ഷെയ്ഡാണ്, നല്ല ഷെയ്ഡാണ്, നല്ലൊരു റെഡാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടതാണ് മൈഗ്ലാമിൻ്റെ. ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇത് 3ഉം തന്നെ നമുക്ക് ധാരാളമാണ്. യഥാർത്ഥം പറഞ്ഞാൽ ഈ 3 എണ്ണം ധാരാളമാണ്.
പിന്നെ എനിക്ക് ഇച്ചിരി ഇതൊക്കെ കാണുമ്പോൾ വാങ്ങുന്ന ഒരു സ്വഭാവം എനിക്ക് ഇച്ചിരി ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ വാങ്ങിച്ചതെല്ലാം മിക്കതും ഞാൻ യൂസ് ചെയ്യും. മിക്കതെന്ന് വെച്ചാൽ ഈ ലിക്വിഡും ഇതൊന്നും അത്ര യൂസ് ചെയ്യും, അതൊക്കെ പിള്ളേർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് മൂന്നും ഇത് ആമസോണിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അതായത് പോപ്പ് ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്. അപ്പോൾ കുറച്ച് മാറ്റുമാണ്, കുറച്ച് ക്രീമിയാണ്. ഇത് നല്ലതാണ് കേട്ടോ, ഇത് മൂന്നും നല്ലതാണ്. പിന്നെ മിസ് ക്ലെയറിൻ്റെ തന്നെ ഞാൻ 2-3 ലിപ് പെൻസിൽസ്, അത് കൂടുതലെണ്ണം ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞു. ഇത് 3 എൻ്റെ കയ്യിലുണ്ട് ലിപ് പെൻസിൽസ്. അതായത് ഇത് വന്നിട്ട് ഗ്രേപ്പ് വൈൻ ഷെയ്ഡാണ്. ഗ്രേപ്പ് വൈൻ ഷെയ്ഡ്, അതായത് നല്ലൊരു ഷെയ്ഡാണ്, കണ്ടോ, നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ ഇത് വന്നിട്ട് മെർലോട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഏകദേശം ആ കളർ തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വാങ്ങിച്ചാലും മതി. ഇത് വന്നിട്ട് മഹാഗണി, ഇത് നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് 3 ഉള്ളത്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഡീലാൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രാൻഡുണ്ട്. അതിൻ്റെ തന്നെ ഒരു ലിപ് പാലറ്റ് ഉണ്ട്. അത് ശരിക്കും നല്ലതാണ്. ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഇതുണ്ടോ, അത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടിടാം. ഇപ്പം ബ്ലൂവിൻ്റെ കൂടെ ഒരു ബ്ലൂവും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വൈറ്റ് മിക്സ് ചെയ്താൽ തന്നെ നല്ലൊരു കളർ കിട്ടും. അങ്ങനെ നമ്മൾ കളർ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ശരിക്കും നല്ല ഒരു പാലറ്റ് തന്നെയാണ്. ഡീലാൻസി എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും, ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും ഡീലാൻസിയുടെ ലിപ് പാലറ്റ്. ഇതിൽ ഒത്തിരി നല്ല ഷെയ്ഡുകളുണ്ട്, കണ്ടോ. അതായത് റെഡിൻ്റെ ഉണ്ട്, പിങ്കിൻ്റെ, ബ്രൗൺ ഷെയ്ഡ്സ് ഉണ്ട്, ഓറഞ്ച്, പിന്നെ ഡാർക്ക് ഷെയ്ഡ്സ്, ബ്ലൂ, അങ്ങനെയൊക്കെയുള്ള ഷെയ്ഡ്, ബ്ലാക്ക് വരെയുണ്ട്. അപ്പം നിങ്ങൾക്ക് കളറ് മിക്സ് ആൻഡ് മാച്ച് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാലറ്റ് നല്ലത് തന്നെയാണ്. ഇതെനിക്ക് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. ഈ മഞ്ഞ, ബ്ലൂ, വൈറ്റ് ഒക്കെ കണ്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ ഒരെണ്ണം പാലറ്റ് വാങ്ങിച്ച് ഞാനിവിടെ ചിലപ്പോഴൊക്കെ ഇട്ടൊക്കെ നോക്കും. പക്ഷെ കൊള്ളാം, അത് ഇങ്ങനെ കളറായിട്ടൊക്കെ വരുന്നവർക്ക്, കളറൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെ എൻ്റെ കയ്യിലുള്ളൂ, അല്ലാതെ എനിക്ക് കൂടുതലൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞൊരു വലിയ കളക്ഷൻസ് ഒന്നും എൻ്റെ കയ്യിൽ അത്രയ്ക്കങ്ങ് ഇല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പ്രത്യേകിച്ചും ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാളു എന്ന് പറഞ്ഞൊരു കുട്ടിയാണോ ആരാണെന്ന് അറിയില്ല, കുറേ നാളുകൊണ്ട് ചോദിക്കുന്നു. അപ്പം മാളുവിന് വേണ്ടി പ്രത്യേകം ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ബൈ, സീ യു, ലവ് യു ഓൾ. അപ്പം ഞാനിതിൻ്റെ ഒരു ക്ലോസപ്പ് ആയിട്ടുള്ള ഇത്രയും എണ്ണത്തിൻ്റെയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ലവ് യു ആൾ.